എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ജിങ്കിടികൾക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് അങ്ങോട്ട് സ്വാഗതം. നസ്രിയ നസീം അല്ലെങ്കിൽ നസ്രിയ ഫഹദ് ആൻഡ് ബേസിൽ ജോസഫ് ഇവരാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന ഇവരുടെ ഒരു സിനിമ ഈ വരുന്ന 22-ാം തീയതി റിലീസാണ്. അപ്പം ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ടുള്ള പ്രൊമോഷൻ കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ചെന്നല്ല, ഒട്ടുമിക്ക എല്ലാ ഓൺലൈൻ മീഡിയ ചാനൽസിലും ഇവർ ഇന്റർവ്യൂ ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ഇന്റർവ്യൂകൾ ഇപ്പോൾ യൂട്യൂബ് ആകെ കത്തിക്കയറി തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. വെറൈറ്റി മീഡിയ, പിന്നെ സ്മാർട്ട് മിക്സ് മീഡിയ, പിന്നെ മൈൽ സ്റ്റോൺ, ഷാജിപ്പാപ്പൻ, പിന്നെ ഏതാണ് സൈനയിലുണ്ട്. അതുപോലെ തന്നെ ക്ലബ് എഫിന്റെ യൂട്യൂബ് ചാനലിലുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് നമ്മുടെ പേളി ചേച്ചിയുടെ പേളി മാണി ഷോ എന്ന പരിപാടിയിലും ഒക്കെ ഇവരുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഞാൻ ഇവരുടെ പേളി ചേച്ചിയുടെ ചാനലിൽ വന്ന ഇന്റർവ്യൂ 2 പ്രാവശ്യം കണ്ടു. ഈ ഒരു വീഡിയോ എടുക്കാൻ ഇരിക്കുന്നതിന് കുറച്ച് മുമ്പ് വരെ ഞാൻ ഒന്നുകൂടെ ആ വീഡിയോ കണ്ടു. ആ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന സമയത്തായിരുന്നു ജസ്റ്റ് ഞാനിങ്ങനെ ഇവർ ഈ പറയുന്നതെല്ലാം കേട്ടോണ്ടിരിക്കുമ്പോൾ 2ാമത്തെ തവണയാണല്ലോ കേൾക്കുന്നത്. അപ്പൊ ഞാൻ ചുമ്മാ ഇങ്ങനെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്തപ്പോഴാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്ന നമ്മുടെ സ്വന്തം ഒരു അണ്ണന്റെ ഒരു റിയാക്ഷൻ വീഡിയോ ഞാൻ കണ്ടത്. ഈ ഒരു പേളിയെന്ന് നമ്മുടെ ബേസിലിനെയും നസ്രിയയുടെയും കൂടെ ഒരു വീഡിയോ അവര് റിയാക്ട് ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടു. അതായത് ടൈറ്റിൽ നസ്രിയ ആൻഡ് ബേസിൽ എന്നൊക്കെ എഴുതിയിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒച്ച. അപ്പം സംഗതി ഇത്രേ ഉള്ളൂ. നമ്മുടെ നസ്രിയ ആൻഡ് ബേസിൽ എന്നൊക്കെ എഴുതിയിരിക്കുന്നതുകൊണ്ടാണ്. ജസ്റ്റ് ഇത് കണ്ടുടനെ ഉണ്ടല്ലോ, ഞാൻ സത്യം പറഞ്ഞ പേളി ചേച്ചിയുടെ വീഡിയോ കണ്ടോണ്ടിരുന്നപ്പോൾ ഞാനത് പോസ് ചെയ്തിട്ട് ഞാൻ ഈ വ്യക്തിയുടെ വീഡിയോ പോയി കണ്ടു. ലിറ്ററലി ഞാനത് കണ്ടപ്പോഴത്തേക്ക് അതിന് മുമ്പ് തന്നെ ഞാൻ പേളി ചേച്ചിയുടെ ഈ വീഡിയോ 2ാമത് കാണാതിരിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ന് പകലൊക്കെ ആയിട്ട് ഇന്നലെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന്റെ തലേദിവസം രാത്രിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തലേദിവസം വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ സുഹൃത്തുക്കളായിട്ട് തന്നെയുള്ള ചില യൂട്യൂബേഴ്സിന്റെ ഒക്കെ റിയാക്ഷൻ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ നസ്രിയയുടെയും ബേസിലിന്റെയും ഇന്റർവ്യൂവിന്റെ അടിയിൽ വരുന്ന കമന്റ്സ് ഒക്കെ എടുത്തു വെച്ചിട്ടുള്ള കുറച്ച് റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടു. ഞാൻ മൊത്തത്തിൽ അത് കാണാനൊന്നും പോയില്ല, കാരണം ഞാനും കുറച്ച് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വീഡിയോ ചെയ്യണ്ടായി, അത് വിട്ടുകളയുക. കാരണം എനിക്ക് പേഴ്സണലി ഞാൻ ഇത്രയും ചാനൽസിൽ അവരുടെ ഇന്റർവ്യൂസ് വന്നത് കണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു പേളി ചേച്ചിയുടെ, പിന്നെ മൈൽ സ്റ്റോണിന്റെ, പിന്നെ ക്ലബ് എഫിന്റെ ആദ്യം ഈ ഒരു ഇന്റർവ്യൂ വന്ന സമയത്തൊന്നും വലിയ റീച്ച് ഇല്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇപ്പൊ അതും റീച്ച് ആയിട്ടുണ്ട്. ഒട്ടുമിക്ക എല്ലാ ചാനൽസിലെയും അവരുടെ ഇന്റർവ്യൂസ് നല്ല രീതിയിൽ തന്നെ എല്ലാം റീച്ച് ആവുന്നുണ്ട്. എല്ലാ ആളുകൾ കുത്തിയിരുന്ന് കാണുന്നുണ്ട്. ഒരുപാട് നല്ല കമന്റ്സ് വരുന്നുണ്ട്, നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട്. യൂട്യൂബിൽ നെഗറ്റീവ് കമന്റ്സ് ഉണ്ടെങ്കിലും വളരെ കുറവാണ്. പക്ഷെ ഫേസ്ബുക്കിലേക്ക് പോയി കഴിഞ്ഞാൽ അറിയാലോ, ഫേസ്ബുക്കിലെ നമ്മുടെ ചിങ്കിരിയായിട്ടായിട്ടുള്ള നമ്മുടെ അപ്പാപ്പന്മാരും അമ്മാമ്മമാരും ആ ഒരു വൈബിള്ള, ഞാൻ അവരെ കുറ്റം പറയല്ല കേട്ടോ, പക്ഷെ ചില ചൊറിയൻ ചേട്ടന്മാരും ആന്റിമാരും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ ഫേസ്ബുക്ക്. അപ്പൊ അവിടുത്തെ ഈ ചൊറിയൻ കമന്റ്സ് ഇഷ്ടംപോലെ ഉണ്ട്. നസ്രിയക്കെതിരെയായിട്ടും നസ്രിയയുടെ ഡ്രസ്സിനെതിരെയായിട്ടും അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഞാൻ കെയർ ചെയ്തില്ല, മൈൻഡ് ചെയ്തില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു റിയാക്ഷൻ പേളി ചേച്ചിയുടെ വീഡിയോ ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആളുടെ പേര് വേണമെങ്കിൽ പറയാം, പക്ഷെ അദ്ദേഹത്തിന്റെ വീഡിയോ എടുത്തു വെച്ചല്ല ഞാൻ റിയാക്ട് ചെയ്യുന്നത്. മറിച്ച് അദ്ദേഹത്തിന്റെ ആ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം. ഞാൻ ആ ഒരു വീഡിയോ ഇവിടെ വെക്കില്ല, കാരണം അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ ഇരുന്നിട്ടാണ് ഈ ഒരു നസ്രിയയും ബേസിൽ തമ്മിലുള്ള ഈ ഒരു ഇഷ്യൂവിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ ഐ ഹാവ് എ റെസ്പെക്ട് ഫോർ ബോത്ത് ഓഫ് ദം, രണ്ടുപേരെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ആ ഒരു ചേച്ചി ആ ഒരു വീഡിയോയിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ ക്ലിപ്പ് കാണിച്ചു തരാത്ത അതേപോലെ. കാരണം ചിലപ്പോൾ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെടണമെന്നില്ല. ഞാൻ ആളെ പറയാം, പ്രത്യേകിച്ച് അത് പറയുന്നതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ കുഴപ്പമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ലൈക്ക് പേഴ്സണലി ഞങ്ങൾക്ക് അറിയാം എന്ന് വെച്ചിട്ട് അത്ര വലിയ ഫ്രണ്ട്സോ അങ്ങനൊന്നും അല്ല. ബട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളിക്ക് എന്നോട് പറയാം. എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്, എനിക്കും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. സോ അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ആ ഒരു വോയിസ് ക്ലിപ്പ് കേൾപ്പിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ എന്ന് അറിയില്ല. നമ്മുടെ സീക്രട്ട് ഏജന്റ് സായിയുടെയാണ്. ലിറ്ററലി ഞാൻ കുറെ നാളായിട്ട് സായിയുടെ വീഡിയോസ് ഒന്നും കാണുന്നില്ലായിരുന്നു. എനിക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അയച്ചു തരും ഈ ക്ലിപ്പുകൾ റിയാക്ട് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ പോലും ഞാൻ അധികം അത് വേണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് ചെയ്യാൻ പോയിട്ടില്ല. എപ്പോഴും എന്തിനാണോ, ഞാൻ ആ ബിഗ് ബോസ് സമയത്ത് ഒരുപാട് റിയാക്ട് ചെയ്തിട്ടില്ല. എനിക്ക് പിന്നെയും അത് കഴിഞ്ഞു പോയി. പിന്നെയും ഈ പെർസ്പെക്റ്റീവ്സ് യോജിക്കുന്നില്ലെങ്കിൽ അത് കാണാതിരിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ വീണ്ടും വീണ്ടും കളിച്ച് കീറാൻ എന്നെ കൊണ്ട് പറ്റാറില്ല, ഞാൻ അത് ചെയ്യത്തുമില്ല. പക്ഷെ ഈ ഒരു വീഡിയോ എനിക്ക് ആരും അയച്ചു തന്നതല്ല, ഞാൻ തന്നെ ഈ ഒരു സാധനം അറ്റ്ലീസ്റ്റ് സായി എന്താണ് പറയുന്നത് എന്ന് എനിക്കൊന്ന് കേൾക്കണമെന്ന് തോന്നി ഈ ഒരു വിഷയത്തില്. ഞാൻ സായി കാണുന്നുണ്ടെങ്കിൽ
ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഞാൻ കുറെ നാൾക്ക് ശേഷം വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് കാണാൻ വന്നിരുന്ന ഒരു വീഡിയോ ആയിരുന്നു നിങ്ങളുടെ അത്. കാരണം നിങ്ങൾ പ്രോപ്പറായിട്ട് അതിനകത്തൊരു കാര്യം പറയും എന്ന് വിശ്വസിച്ച് ഞാൻ ആ ഒരു വീഡിയോ കാണാൻ വന്നിരുന്നപ്പോഴത്തേക്ക് ഇവിടെ ലിറ്ററലി ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. നിങ്ങൾ എന്തുകൊണ്ട് ഇതിനെ ഇങ്ങനെ സംസാരിച്ചു എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. എനിക്ക് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ്, ഐ റെസ്പെക്ട് യുവർ പേഴ്സ്പെക്റ്റീവ്. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് ഉണ്ട്, നിങ്ങൾക്ക് സംസാരിക്കാം. അതിനകത്ത് നമുക്ക് നിങ്ങൾ വളരെ മോശക്കാരനാണ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവിലുള്ള തെറ്റുകൾ എനിക്ക് ചൂണ്ടിക്കാണിച്ച് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവായിട്ട് എനിക്ക് പറയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കാണുമ്പോഴത്തേക്ക് എനിക്ക് അതിനെ തോന്നിയ തെറ്റുകൾ, എനിക്ക് നല്ല രീതിയിൽ മിസ്റ്റേക്സ് തോന്നി സായി ഈ ഒരു ഇഷ്യൂ എടുത്ത് റിയാക്ട് ചെയ്തപ്പോൾ. അത് ഞാൻ ആദ്യമേ ആ വീഡിയോ കണ്ടിട്ട് ഒരു 2 പ്രാവശ്യം ആലോചിച്ചിട്ടാണ്, സായി കാണുന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം ആലോചിച്ചിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാൻ ആദ്യമേ ആലോചിച്ചു ഇത് ചെയ്യണോ, എങ്ങനെ ഞാനിത് ചെയ്യും. സായിയുടെ വീഡിയോ ക്ലിപ്പ് എടുത്ത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ലൈക്ക് ചേച്ചിന്ന് വിളിക്കാവോന്ന് അറിയില്ല. ലൈക്ക് എനിക്ക് തോന്നുന്നില്ല സായിക്ക് എനിക്കറിയില്ല, ചിലപ്പോൾ എൻ്റെ ഏജിലായിരിക്കും ആ ഒരു സ്നേഹ എന്ന് പറയുന്ന ആള്. പക്ഷെ എന്നാലും ലൈക്ക് ഗിവിങ് റെസ്പെക്ട് ടു ദാറ്റ്, ലൈക്ക് ചേച്ചി. അപ്പൊ ചേച്ചി ഉള്ളത് കൊണ്ട് തന്നെ വേണ്ട, ചെയ്യണ്ടെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. പക്ഷെ അല്ല, ഇത് ചെയ്യണം. ഇത് ചെയ്തില്ലെങ്കിൽ മോശമായി പോകും. പ്രത്യേകിച്ച് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളല്ല നസ്രിയ. പക്ഷെ നസ്രിയെ പറ്റി പലരും പറഞ്ഞ് എനിക്കറിയാം. അതുപോലെ തന്നെ ഫഫയെ പക്ഷെ എനിക്ക് അത്ര കമ്പനി എന്നൊന്നും ഞാൻ ഒരിക്കലും ആരോടും പറയില്ല. അങ്ങനെ കമ്പനിയൊന്നും അല്ല. ഞാൻ കണ്ടിട്ടുണ്ട് പുള്ളിയെ ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു സാധനം ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഒരു ആൾക്കാരുമായിട്ടുള്ള ഇന്ററാക്ഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. പുള്ളി കുറച്ചുകൂടെ എന്താണോ ഒരു ഒതുങ്ങിയ ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. ആരെയും വെറുപ്പിക്കാതെ നൈസായിട്ട് നിന്ന് സംസാരിക്കുന്ന ഒരു നല്ലൊരു മനുഷ്യനാണ്. നസ്രിയയുടെ കേസ് വരുമ്പോഴത്തേക്ക് പേഴ്സണലി എനിക്ക് അറിയില്ലെങ്കിലും നസ്രിയെ ചുറ്റിപ്പറ്റിയുള്ള ആളുകൾ പറയുന്നത് വെച്ച് എനിക്ക് മനസ്സിലായ, നസ്രിയയുടെ പല വീഡിയോകളും കണ്ടിട്ട് എനിക്ക് മനസ്സിലായ ഒരു കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഭയങ്കര ആക്റ്റീവാണ് നസ്രിയ. ഭയങ്കര ആക്റ്റീവാണ് നസ്രിയയുടെ ക്ലോസ് സർക്കിൾസിൽ. മനസ്സിലായില്ലേ? നസ്രിയയുടെ ക്ലോസ് സർക്കിൾസിൽ. അതല്ലാതെ നസ്രിയ ഒരു ടീമോ ആയിട്ടോ അല്ലെങ്കിൽ 1-2 ആൾക്കാരുമായിട്ട് വരുമ്പോൾ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യും, നല്ല രസമുണ്ട്, നല്ല രീതിയിൽ സംസാരിക്കും. പക്ഷെ കുറച്ചും കൂടി ഒരു ഓവർ എക്സൈറ്റ്മെന്റ്, ഓവറായിട്ട് മറ്റേ ചളിയടിച്ച് അണ്ണാക്കി ആ ഒരു സ്കീം കാണിക്കാറില്ല. നസ്രിയക്ക് കംഫർട്ട് ആയിട്ടുള്ള ആളാണോ നസ്രിയ അത് ചെയ്യും. അത് നമ്മുടെ ശുഷിന്റെ ഒക്കെ ഈ അടുത്ത കല്യാണം ആ ഒരു പരിപാടിക്കൊക്കെ നസ്രിയയുടെ ഒരു ആക്റ്റീവ്, നസ്രിയ അവർക്ക് ഫുഡ് വായിച്ചു, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ് നസ്രിയ. സോ ആ ഒരു വ്യക്തിയുടെ ആ ഒരു ക്യാരക്ടർ റിയാക്ട് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് മനസ്സിലാക്കണമായിരുന്നു താങ്കൾ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഒരു അഭിപ്രായം. ഇനിയും ഇവരീ പറയുന്ന, ഞാൻ വെറുതെ പറഞ്ഞു വെറുപ്പിക്കുന്നില്ല, ഇവർ പറയുന്ന കേട്ടിട്ട് നമുക്ക് ബാക്കി ഓരോന്നായിട്ട് അങ്ങോട്ട് സംസാരിക്കാം. നിങ്ങൾ കേൾക്കുക. നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ചാനലിൽ പോയി കണ്ടാൽ മതി. ഞാൻ കാണിക്കുന്നില്ല, ഞാൻ കേൾപ്പിക്കാം ഇവരെന്താണ് സംസാരിക്കുന്നത്. എന്നിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പറയാനുണ്ട്. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഈ ഇന്റർവ്യൂ ഇവിടെ എന്ത് റീച്ചാ ഇന്റർവ്യൂകൾക്ക് കിട്ടുന്നത്, എന്ത് റീച്ച്. അതിനകത്ത് നെഗറ്റീവ് വരും. പിന്നെ വേറൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞ പടത്തിന്റെ ഇന്റർവ്യൂവിൽ ബേസിലും നസ്രിയുമാണ് വരുന്നതെങ്കിൽ അവരുടെ കോംബോ വർക്ക്ഔട്ടായി കിട്ടുന്നിടത്താണ് ഏത് ചാനലിലാണോ ആ ഇന്റർവ്യൂ വരുന്നത് ആ ചാനലിന് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. ഇതെല്ലാവർക്കും ചിലപ്പോൾ അറിയാൻ ചാൻസ് കാണില്ല. പക്ഷെ സീക്രട്ട് ഏജന്റ് സായിയെ പോലുള്ള ഒരാള് ഇത് മനസ്സിലാക്കേണ്ടതാണ്, അല്ലെങ്കിൽ സായിക്ക് അറിയാവുന്നതാണ്. എനിക്ക് തോന്നുന്നു. ലൈക്ക് ലിറ്ററലി പുള്ളിക്കും ഓൺലൈൻ മീഡിയ ഫ്രണ്ട്സ് ഒക്കെ ഉള്ളതല്ലേ. അപ്പൊ എന്താണെങ്കിലും നിങ്ങൾക്ക് അറിയാമായിരിക്കും. വേറെ ഒരു 3-4 പേര്, ഇപ്പം നസ്രിയയും ബേസിലും മാത്രമായിട്ട് വന്നിരിക്കുന്ന ഇന്റർവ്യൂ എനിക്കൊന്ന് പേളിയുടെ ഇന്റർവ്യൂ, പിന്നെ വേറെ ഏതോ 1-2 കണ്ടൊക്കെ ഞാൻ കണ്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഈ ദീപക് പരമ്പോൾ, പിന്നെന്താണ് മറ്റേ പ്രേമലൂനകത്ത് അഭിനയിച്ച ആതിരയാന്ന് തോന്നുന്നു, ആതിര. അതുപോലെ തന്നെ വേറെ 2 നമ്മുടെ രംഗണ്ണന്റെ പടം ഉണ്ടല്ലോ, അതിനകത്ത് അഭിനയിച്ച ഒരു ആക്ട്രസ്, പിന്നെ വേറെ അങ്ങനെ 1-2 ആക്ട്രസ് ഒക്കെയാണ് ഇവരുടെ കൂടെ വന്നിരുന്ന് ഇരിക്കുന്നത് ഇന്റർവ്യൂവിനൊക്കെ. വേറെ 1-2 ഇന്റർവ്യൂ ഒക്കെ ഞാൻ കണ്ടപ്പോൾ. പിന്നെ ഏതോ ഒരെണ്ണത്തിന് ലേഡീസ് മാത്രമായിട്ട് ഇരിക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു സാധനത്തിനൊന്നും അധികം റീച്ച് ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ അവരുടെ വായിന്ന് ഇപ്പം ഈ എന്താണ് ദീപക് പരമ്പോല് പറയുന്നതാണെങ്കിൽ അവരുടെ ഒരു ഇന്റർവ്യൂവിൽ കുറച്ച് നേരമൊക്കെ ദീപക് ഒക്കെ വാ തുറക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ അവിടെ പോലും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് നസ്രിയയും ബേസിലുമാണ്. കാരണം അവരുടെ സാധനമേ അവിടെ വർക്ക്ഔട്ട് ആവുള്ളൂ. ആ ഒരു ചാനലിന് റീച്ച് കിട്ടണമെങ്കിൽ അവർ പറയണത്, ഇപ്പൊ നെഗറ്റീവായിട്ട് ആൾക്കാരെടുത്തോട്ടെ പോസിറ്റീവായിട്ട് ആൾക്കാരെടുത്തോട്ടെ, ചാനലിന് റീച്ച് വേണമെങ്കിൽ അവർ സംസാരിക്കണം. അവർ എങ്ങനെ സംസാരിക്കുന്നു ഉള്ളത്, എങ്ങനെ സംസാരിച്ചാലും നെഗറ്റീവും വരും പോസിറ്റീവും വരും. അത് നമുക്ക് എല്ലാവർക്കും, ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യത്തിൽ വരെ നെഗറ്റീവും വരും പോസിറ്റീവും വരും, അതെനിക്കറിയാം.
അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിൽ നിൽക്കുമ്പോൾ എല്ലാവരും ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, കച്ചവടമാണോ അറ്റ് ലാസ്റ്റ് ഇതെല്ലാം. ഇനിയും ചേട്ടൻ പറയുന്നതിനകത്തൂടെ നമുക്ക് പോവാം, ഇല്ലെങ്കിൽ ശരിയാവത്തില്ല. കേക്ക് പ്രൊമോഷനിലും അവര് കോമ്പോ പിടിച്ചിട്ടുണ്ട്. നസ്രിയ ബേസിൽ തഗ് കോമ്പോ. നസ്രിയ ഓവർലോഡാണ്. ക്യൂട്ട്നെസ് എന്നാണ് ഇപ്പൊ ക്യൂട്ട്നെസ്സിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചേച്ചി ക്യൂട്ട്നെസ് ഇടാനും അറിയണം. ആ ക്യൂട്ട്നെസ് കുറെ പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് കുറച്ച് ഓവറായി പോയാലും അത് കച്ചവടമായിട്ട് മാറുന്നുണ്ടെങ്കിൽ കാര്യമൊന്നുമില്ല. എന്തൊക്കെ ഈ ചൂട്ട്നെസ്സും കൂട്ട്നെസ്സും പറഞ്ഞാലും, ചൂട്ട്നെസ് പറഞ്ഞ് കുറെ പേര് ചെന്നാൽ ആ വീഡിയോ റീച്ച് ആവത്തല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് അറിയത്തില്ലേ. പിന്നെ നെഗറ്റീവ് അത് വരും, അത് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആൾക്കാരാണല്ലോ നിങ്ങൾ. അത് മാത്രമൊന്നുമല്ല, വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഇന്റർവ്യൂവിനെ പറ്റിയൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ചേട്ടനാണ്. ചേട്ടൻ്റെ ഒരു ഇന്റർവ്യൂ കുറച്ചു കാലം മുമ്പ് ഇറങ്ങിയിട്ട് നല്ല ഊക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സ്വന്തം ഭാര്യ അപ്പുറം ഇരിക്കുന്നവരൊരു വർത്താനം പറഞ്ഞിട്ട് അതിന് പോലും മിണ്ടാതിരുന്ന കേട്ട ടീമാണ് വന്നിരുന്നിട്ട്. എങ്ങനെ പറ്റുന്നു എനിക്കതാ മനസ്സിലാവാത്തത്. ലൈക്ക് നിങ്ങളുടെ കാര്യം വരുമ്പോൾ നിങ്ങൾക്ക് ഒരു പേഴ്സ്പെക്റ്റീവ്, വേറെ ആൾക്കാരുടെ കാര്യം വരുമ്പോൾ നിങ്ങൾക്ക് വേറൊരു പേഴ്സ്പെക്റ്റീവോ? എങ്ങനെ പറ്റുന്നു ചേട്ടാ? അത് എനിക്കത് മനസ്സിലാവുന്നില്ല. ഞാൻ പേഴ്സണലി നിങ്ങളെ ഹേർട്ട് ചെയ്യും ഒന്നും അല്ല കേട്ടോ, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ, എല്ലാവർക്കും എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. ബട്ട് എനിക്കത് മനസ്സിലാവുന്നില്ല. സ്വന്തം കാര്യത്തിന് ഒരു പേഴ്സ്പെക്റ്റീവും മറ്റുള്ളവരുടെ കാര്യത്തിൽ വേറൊരു പേഴ്സ്പെക്റ്റീവോ? എങ്ങനെ പറ്റുന്നു ഇങ്ങനെയൊക്കെ വന്നിരുന്ന് കാട്ടായം കാണിക്കാൻ? ബാക്കി സാധാരണ രീതിയിൽ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇന്റർവ്യൂസും കാര്യങ്ങളും വരും. ചിലത് കോൺട്രവേഴ്ഷ്യൽ ആവും, ചിലത് ഫണ്ണായിരിക്കും. ഇപ്പൊ ധ്യാന്റെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിനിമയേക്കാൾ കൂടുതൽ ധ്യാന്റെ ഇന്റർവ്യൂ കണ്ടിരിക്കുന്ന ഫണ്ണാണ്. അതെ, ക്രിഞ്ചാണ്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിലിവര് പടത്തിന്റെ ആ ഒരു പെയറിങ് പോലെ തന്നെ ഇന്റർവ്യൂവിൽ നസ്രിയും ബേസിലും തമ്മിലുള്ള തഗ്, ക്രിഞ്ച്, ചൂട്ട് എല്ലാം പിടിക്കാൻ നോക്കി. പക്ഷെ എനിക്ക് പേഴ്സണലി ഞാൻ സത്യം പറഞ്ഞ പടത്തിന്റെ കുറെ എലമെന്റ്സ് കേൾക്കാലോ എന്ന് വിചാരിച്ചു പോയിരിക്കുമ്പോ എവിടേക്കോ എനിക്ക് ബേസിൽ ഒന്നും ഇങ്ങനെ ഓക്കെയാണ്, ബേസിൽ ഒരു ലൈന് പിടിക്കുന്നുണ്ട്. ഓക്കെ, ഒരു കാര്യം ഞാൻ ചേട്ടനോട് ചോദിച്ചോട്ടെ. ഇപ്പൊ ഏത് സിനിമയുടെ സോറി ഞാൻ മൈക്ക് എടുത്ത് വെക്കാത്തോണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നില്ലായിരുന്നായിരിക്കും അല്ലെ, റിയലി സോറി. ഏത് സിനിമയുടെ പ്രൊമോഷൻ ആണ് ചേട്ടാ സിനിമയെ പറ്റി തന്നെ കൂടുതലായിട്ട് ഇവിടെ നിന്ന് സംസാരിക്കുന്നത്? നിങ്ങൾ ഏത് സിനിമയുടെ പ്രൊമോഷനാണ് കണ്ടിരിക്കുന്നത്? ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമയുടെ പ്രൊമോഷൻ വരുന്നുണ്ടെങ്കിൽ അതിന് റീച്ച് കുറവായിരിക്കും. നേരെ മറിച്ച് ഇതുപോലെ നസ്രിയ ബേസിൽ ഇപ്പൊ ഉണ്ടാക്കിയെടുത്തൊരു കോംബോ യൂട്യൂബിൽ ഏതൊരു ചാനലിൽ അവർ കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഈ അടുത്തൊന്നും. ഇങ്ങനെ രണ്ടുപേര് ഇന്റർവ്യൂ ഒരു സിനിമയുടെ പ്രൊമോഷന് വന്നിരുന്ന് സംസാരിക്കുന്ന ഇത്രയും ചാനൽസിൽ വന്നിട്ട് എല്ലാ ചാനൽസിലും ഇത്രയും റീച്ച് ഉണ്ടായി കിട്ടുന്നത് ചിലപ്പം 1-2 ചാനൽസിൽ വരുന്നതൊക്കെ ആയിരിക്കും റീച്ച് ആവുന്നത്. ബാക്കി ചിലപ്പം റീച്ച് ആവില്ല, ഡൗൺ ആയി കിടക്കും. പക്ഷെ ഇത് എല്ലാ ചാനലിലെ ആൾക്കാർ കയറി ഇരുന്നിട്ടുണ്ട്. അവരിവിടെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്തു. അതെന്താണ് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവാത്തത്? പേളിയുടെ ഇന്റർവ്യൂ എനിക്ക് തോന്നുന്നു 2.5 മില്യൺ എങ്ങാണ്ട്. പേളിയുടെ ഇന്റർവ്യൂ നിങ്ങൾ ആരെങ്കിലും കണ്ടു? ഇവിടെ റിയാക്ട് ചെയ്യുന്ന ആരും പേളിയുടെ, ഞാൻ എല്ലാവരും ഒന്നും കണ്ടിട്ടില്ല കേട്ടോ, പക്ഷെ എനിക്ക് അറിയില്ല എല്ലാവരും പേളിയുടെ ഇന്റർവ്യൂ കണ്ടിട്ടില്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ക്ലിപ്പ് എടുത്ത് വെച്ച് ചെയ്തിട്ടുണ്ടോ എന്ന്. അത് നിങ്ങളൊന്ന് കാണ്. പേളി തന്നെ ഇരുന്ന് വണ്ടർ അടിച്ചിട്ട് പേള് തന്നെ പറയുന്നുണ്ട്, എടാ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഗ്യാപ്പില്ല സംസാരിക്കാൻ. പേളിയുടെ ഒരു ഇന്റർവ്യൂ കണ്ടവർക്കറിയാം, പേളി ചേച്ചി വന്ന് മറ്റേ ഏതൊരു ഗസ്റ്റ് വന്നാലും അടിച്ച് കീറി കളയും. ആ പേളി ചേച്ചിക്ക് വരെ കിട്ടിക്കൊണ്ടിരിക്കുക, തിരിച്ച് മിണ്ടാൻ പറ്റുന്നില്ല. അത് ആ നസ്രിയ ബേസിൽ കോംബോ എന്ന് പറയുന്ന സാധനം പക്കയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടാണ് നസ്രിയക്ക് ബേസിൽ എന്ന് പറയുന്ന ലൈക്ക് സമീർ താഹിർ ആണെങ്കിലും നമ്മുടെ ശ്യാം പുഷ്കർ ഇവരെല്ലാം നേരത്തെ നസ്രിയയും പറയുന്നുണ്ട്, നമ്മുടെ ബേസിലും പറയുന്നുണ്ട്. അവരോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ രണ്ടുപേരുടെ ഒരു കോംബോ, നിങ്ങൾ രണ്ടുപേരും ഇരുന്ന് കഴിഞ്ഞാൽ സംഗതി കളറായിരിക്കും, ആ ഒരു പടം ഗംഭീരമായിരിക്കും. അതിവിടെ തെളിയിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് രണ്ടുപേർക്കും ഒരേ കണക്ഷൻ, ഒരേ വൈബാ. അവരതങ്ങോട്ട് പൊളിക്കുന്നു. നസ്രിയയ്ക്ക് കൂടെ കിട്ടിയ ഒരു ഇന്റർവ്യൂവിന് ഒരു പൊളിക്കാൻ വേണ്ടി ഒരാളെ അവർ രണ്ടുപേരും അടിച്ച് കേറുന്നു. ബേസിൽ പോലും പറയുന്നുണ്ട്, ബേസിൽ മിണ്ടാൻ പറ്റുന്നില്ല തിരിച്ച്. അതിനെ ഒരിക്കലും നെഗറ്റീവായിട്ട് എടുക്കാതെ അവിടെ നല്ലൊരു രീതിയിൽ അത് വർക്ക്ഔട്ടായി വരിക. അത് ഞാൻ വേറൊന്നും ചോദിക്കുന്നില്ല, നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഈ ഏതൊക്കെ ചാനലിൽ ഈ ഇന്റർവ്യൂ വന്നിട്ടുണ്ടോ ഈ ചാനലുകാർക്കെല്ലാം ചാകരയായിട്ടുണ്ട്.
നല്ല കാശ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ സായി ചേട്ടൻ എന്തിനാ ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തത്? ഇപ്പൊ യൂട്യൂബിലെ ട്രെൻഡിങ് ആണ് നസ്രിയാൻ ബേസ്. നിങ്ങൾ അത് ചെയ്താൽ നിങ്ങൾക്കും കാശ് കിട്ടും. ഞാനിപ്പോൾ ഇത് ചെയ്താൽ കുറച്ച് ചിലപ്പോൾ കിട്ടുമായിരിക്കും, എനിക്ക് അറിയത്തില്ല വ്യൂസ് ഒരുപാട് കിട്ടുമെന്ന്. എൻ്റെ ചിലപ്പം ലെങ്ത് ആവാൻ ചാൻസ് ഉണ്ട് ഈ വീഡിയോ, അതുകൊണ്ട് തന്നെ കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുമെന്നും അറിയില്ല കേട്ടോ. ഞാൻ വേറൊരു കാര്യം കൂടെ നിങ്ങളോട് എല്ലാവരും പറയുകയാണ്, നമ്മൾ ആരും അത്ര വലിയ ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മൾ ആരും അത്ര വലിയ മാന്യന്മാരൊന്നുമല്ല. ഞാനും അത്ര പുണ്യാളൊന്നുമല്ല. ഞാനത് എപ്പോഴെങ്കിലും നിങ്ങളോട് പറയാം. ഞാൻ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, എനിക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഞാൻ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഒരൊറ്റ മിസ്റ്റേക്ക് ഈ ഒരു യൂട്യൂബ് കരിയറിൽ. അതല്ലാതെ വേറൊരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് വളരെ വ്യക്തമായിട്ട് എനിക്ക് ഇത് പറയാൻ പറ്റും. എന്നാൽ ഞാനൊരു തെറ്റ് ചെയ്യാറുണ്ട്, അത് ഞാൻ ഒരിക്കലും നിങ്ങളോട് ഷെയർ ചെയ്യാം. അത് വേറൊന്നും കൊണ്ടല്ലേ, ഗതികേട്, അതുകൊണ്ട് മാത്രം, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. എനിക്ക് പേഴ്സണലി, പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ, എന്നെ ഏറ്റവും അടുത്തറിയാവുന്ന സുഹൃത്തുക്കൾ പറയാറുണ്ട്, എടാ നീ ഓപ്പൺ ആയിട്ട് എല്ലാം പറയരുത്, അത് ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല, ഹേർട്ട് ആവുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് പേഴ്സൺസ് ഐ ആം ടോക്കിംഗ്. എനിക്ക് ആരോടും പേഴ്സണലി ഒന്നുമില്ല. ഞാൻ പക്ഷേ ഇങ്ങനെയാണ്, ഞാൻ ഓപ്പൺ ആയിട്ട് കാര്യം പറയും. എന്നോട് ആർക്കും ഒന്നും തോന്നണ്ട, പേഴ്സണലായിട്ട് എടുക്കുകയും വേണ്ട. എന്നെ നാളെ ആര് വിളിച്ചാലും ഞാൻ അവരോട് കമ്പനി അടിച്ചിരുന്ന് ഞാൻ സംസാരിക്കും. ഇത് എൻ്റെ ക്യാരക്ടറാണ്. പക്ഷെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കാണുമ്പോൾ ഞാനത് പറയുക തന്നെ ചെയ്യും. ബാക്കി കേക്ക് എന്നിട്ട് പറയാ ഇനി. ചില ടൈമിലത് മുന്നത്തെ ഇന്റർവ്യൂ ഒക്കെ നോക്കുമ്പോ അന്ന് ചെറിയ കുട്ടിയെ വിചാരിക്കാം, അപ്പൊ നല്ല ഒതുങ്ങി മെച്ചൂർഡായിട്ട് സംസാരിച്ച് വിചാരിക്കുക. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, കുറച്ച് കാലം മുന്നേ ആവുമ്പോ ആ ഒരു അപ്പോഴും നല്ല മെച്ചൂർഡായിട്ട് സംസാരിച്ച ആള് കുറച്ച് വയസ്സ് കൂടിയപ്പോ മെച്ചൂരിറ്റി കുറഞ്ഞ രീതിയിൽ സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ചേച്ചി തന്ത വൈബ് എന്നൊക്കെ പറയുന്ന കണക്ക് തള്ള വൈബാ ചേച്ചി, അല്ല എന്ത് വർത്താനമാ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ആ കുട്ടിക്ക് ഇത്ര ഏജ് ഇല്ലാതിരുന്നപ്പോൾ ആ കുട്ടി മെച്ചുവേർഡ് ആയിരുന്നു. ഇപ്പൊ ആ കുട്ടി കുറച്ച് പ്രായം കൂടിയപ്പോഴത്തേക്ക് ആ ചേച്ചി മെച്ചുവേർഡ് അല്ല ചേച്ചി, ആ കുട്ടി മെച്ചുവേർഡ് അല്ല എന്നൊക്കെയാണ് ഈ ചേച്ചി പറയുന്നത്. ചേച്ചി എന്താണ് മെച്യൂരിറ്റി? എന്താ മെച്യൂരിറ്റി? നസ്രിയ എന്ന് പറയുന്ന പെൺകുട്ടിക്ക്, അല്ലെങ്കിൽ 30 വയസ്സ് ഒരു പെൺകുട്ടിക്ക്, ഒരു സ്ത്രീക്ക് ഒരു ഇന്റർവ്യൂവിൽ വന്നിരിക്കുമ്പോൾ അവർക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തി കൂടെ ഉണ്ടെങ്കിൽ ഇരുന്നിങ്ങനെ ചളി അടിച്ചൂടെ? ഇല്ലെങ്കിൽ അവർക്ക് കംഫർട്ടായി അവർ എൻജോയ് ചെയ്ത് അവരുടെ ഫ്രണ്ട്സ് സർക്കിൾ, നിങ്ങളൊന്ന് പഴയ വീഡിയോസോ കാര്യങ്ങളൊക്കെ നോക്കൂ, ഇല്ലെങ്കിൽ അവരെ പറ്റി ബാക്കിയുള്ള ആളുകൾ പറയുന്നത് കേൾക്കൂ, അവരുടെ ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാർ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നസ്രിയ അങ്ങനെയാണ്. അവര് ലൈക്ക്, ഞാൻ ഒരു കാര്യം പറയട്ടെ എടോ, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി, വിത്ത് ഓൾ റെസ്പെക്ട് യു, എന്ത് മണ്ടത്തിലോ ചേച്ചി പറയുന്നത്? സീരിയസ്ലി. കാരണം മെച്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ഏജ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും മറ്റേ പുത്തിരി പിടിച്ച് കാശ് മേടിച്ച് ജീവിക്കാതെ സ്വന്തമായിട്ട് അധ്വാനിച്ച് കാശ് ഉണ്ടാക്കാനുള്ള ഒരു ബുദ്ധി വരിക, അതൊരു കൈൻഡ് ഓഫ് മെച്യൂരിറ്റി. ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ് ലൈക്ക് ആൾക്കാരെ അത് ചെറുപ്പത്തിലെ പഠിക്കേണ്ടതാണ്, പക്ഷെ എന്നാലും ഒരു പരിധി കഴിയുമ്പോഴും ആൾക്കാരെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാതിരിക്കുക, സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് മെച്യൂരിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവുന്നത്. അല്ലാതെ കുട്ടിത്തം കാണിച്ചു എന്ന് പറഞ്ഞ് മെച്യൂരിറ്റി പോകുമെന്നാണോ? അല്ല, എനിക്ക് അറിയാൻ പാടില്ല. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നസ്രിയ, ലൈക്ക് ഞാൻ നിങ്ങളോടാണ് പറയുന്നത്, പറ്റുമെങ്കിൽ ലൈക്ക് സൈബ്രോ ആൻഡ് ചേച്ചിയൊക്കെ ആയിട്ട് നിങ്ങൾ പറ്റുമെങ്കിൽ പേളി ചേച്ചിയുടെ ആ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണുക. അതുപോലെ തന്നെ ബാക്കിയുള്ള ഇന്റർവ്യൂവിലും, ഇല്ലെങ്കിൽ ഈ ഒരു നസ്രിയെ പറ്റി എന്തിനധികം പറയുന്നു, ഫാസിൽ സാർ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പല ഇന്റർവ്യൂകളും കണ്ടിട്ടുണ്ട്, ഒന്ന് പോയി കാണുക. പിന്നെ അവരൊരു ഇന്റർവ്യൂവിന് വരുമ്പോഴത്തേക്ക്, ഞാൻ വീണ്ടും നേരത്തെ പറഞ്ഞ കാര്യം പറയുന്നു, വീണ്ടും അവരുടെ ഇന്റർവ്യൂ കൊണ്ട് എല്ലാ മീഡിയ ചാനലിനും ചാകര ഉണ്ടായിരിക്കുന്നത്. അത് ഇങ്ങനെ അവർ ഇരുന്നത് കൊണ്ടാണ്, അല്ലാതെ മറ്റേ കയ്യുമ്മേ കാലും കയറ്റിയിരുന്ന മറ്റേ വർക്കൗട്ട് ആവത്തില്ല, ആർക്കും വേണ്ട അത്. പിന്നെ നിങ്ങൾ വേറെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, സമയം ഒരുപാട് ആവുന്നുണ്ടോ? കുറച്ച് ഉണ്ട് കേട്ടോ, ഇത് മിക്കവാറും വിറപ്പിക്കത്തില്ല നിങ്ങളാ. ഞാൻ ഇനി കുറച്ച് വേണമെങ്കിൽ ഓടിച്ചിട്ട് കേൾപ്പിക്കാം, കണ്ടോ? അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ മൊത്തം എടുത്തു വെച്ചിരിക്കുന്ന കേൾപ്പിക്കത്തില്ല, ബാക്കി കാണാന്തായാലും. എനിക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഓവറാക്കി ചളാക്കി ഇന്റർവ്യൂ ആള് കാണുമെന്നുള്ള രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നസ്രിയന്റെ ഭാഗത്ത്.
പിന്നെ കുറെ എണ്ണം ഉണ്ട് നസ്രീന്റെ ഡ്രസ്സിനെ കുറിച്ചിട്ടും കാല് കാണിച്ചു, തൊട കാണിച്ചു, തല അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നില്ല. സായി ആണെങ്കിലും ആ പറഞ്ഞതിനകത്ത് ഞാൻ വളരെ രീതിയിൽ യോജിക്കുന്നുണ്ട്. സായി ആണെങ്കിലും അങ്ങനെയുള്ളവന്മാർക്കിട്ട് നല്ല കൊട്ടാണ് അവിടെ കൊട്ടിയത്. അതൊക്കെ മറ്റേ കാ പിടിച്ചവന്മാര് അല്ല, അങ്ങനെയുള്ളവരെ അത് പറയാൻ പറ്റത്തുള്ളൂ. ഒരാളുടെ ഡ്രസ്സിങ്ങിലൊക്കെ പോയി എന്റെ പൊന്നുമോനെ, അവള് പണ്ട് മറ്റേ തട്ടവിട്ടാ വന്നിരുന്നോണ്ടിരുന്നേ, ഇപ്പൊ അവള് ഇങ്ങനെ വരുന്നു, മൊട്ടൺ ഡ്രസ്സിൽ വരുന്നു. എന്ത് പറയാനാ? അങ്ങനെയുള്ളവരോട് മിണ്ടുന്നില്ല ഞാൻ. ബാക്കി പിന്നെ ഇവിടെ ഒരു പ്രായത്തിന്റെ കാര്യം പറയുന്നത്, ഇതേ പ്രായത്തിന്റെ സീനിന് നസ്രിയക്ക് പൊള്ളി ഒരു ഇന്റർവ്യൂ, ഷാജി പാപ്പന്റെ ഇന്റർവ്യൂല് ഒരു ആങ്കർ അവര് നസ്രിയ ചേച്ചി എന്ന് പറഞ്ഞ് നസ്രീനെ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കംപ്ലീറ്റ് ആ ഒരു ഇന്റർവ്യൂവിന്റെ ടൈമില്. അത് അവരൊപ്പിരിക്കുന്ന കാസ്റ്റിനെയും ബാക്കി കോ കാസ്റ്റിനെയും ഒക്കെ അവർ ചേച്ചി എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ആ ആങ്കർ സംസാരിക്കുന്നത്. അപ്പോൾ അതിലൊന്ന് ഒരു ലേഡി പറഞ്ഞു ചേച്ചിനെ വിളിക്കണ്ട. അപ്പൊ നസ്രിയക്ക് ഒരു സ്പോട്ട് കിട്ടി. നസ്രിയ കുറെ അടിക്കുന്നു. ഇവിടെ ബേസിലെ മറ്റേ പ്രായം കുറഞ്ഞ ഒരു സാധനം അടിച്ചിട്ട് അപ്പുറത്ത് കണ്ടോ നസ്രിയ പെണ്ണ് അങ്ങനെ കുറച്ച് റൊമാൻറ്റിക് എക്സ്പ്രഷൻസ്, ക്യൂട്ട്നെസ് എക്സ്പ്രഷൻസ് അതൊക്കെ ഉണ്ട്. എന്തെങ്കിലും കേൾക്കില്ല എന്താ പറഞ്ഞത്? ചേച്ചിയുടെ എക്സ്പ്രഷൻസും ക്യൂട്ട്നെസ്സും ഇതും കേട്ടിട്ടില്ലായിരുന്നു. ഇവർ ചില സമയത്ത് ഇതൊക്കെ പറയില്ലേ. അപ്പൊ ഞാൻ ഇന്നലെ ഒരു ബന്ധമില്ലാത്ത സൈലന്റ് ആയിട്ട് ഇത് പക്ഷേ ചേച്ചി ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ ഇതിന് മുന്നേ 2 ഇന്റർവ്യൂസ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്റെ തലയിലേക്ക് പണി ചെയ്യാൻ വന്നത് പണ്ടൊക്കെ പ്രസിച്ചിട്ട് മര്യാദക്ക് സംസാരിക്കായിരുന്നു. ചേച്ചി വന്നതിന് ശേഷമാണ് കുറച്ചു മുമ്പ് എന്തോ ചെയ്യണമെന്ന് പറഞ്ഞു. വെറും ചേച്ചി എന്ന് വിളിക്കുന്നത് കുറച്ച് പ്രായം കൂടുതലല്ലേ? വെറും ഓ ഈ ഇന്നത്തെ ഇതില് എനിക്ക് എന്നെ മറ്റേ എന്റെ കിളവിയാക്കി വെച്ചിട്ടില്ല. ഇതിലും കൂടുതൽ പ്രായം ആർക്കും ചേച്ചിയോട് ചേച്ചിയല്ല ഓക്കെ വേറെ വിളിക്കാം. ഓക്കെ, അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് ഭയങ്കര സിമ്പിൾ ആണ്, പക്ഷെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് എനിക്ക് പറഞ്ഞില്ല. ഇത്രയും കണ്ടിട്ട് സിമ്പിൾ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് സംഗതി നസ്രിയക്ക് അവിടെ കൊണ്ടുണ്ട്. ഞാൻ ആ ഇന്റർവ്യൂ മൊത്തത്തില് കണ്ടതാ. നസ്രിയക്ക് അത്യാവശ്യത്തിലധികം ആ ഒരു സാധനം കൊണ്ടുവരുന്നത് നസ്രിയ ചേച്ചി കൊണ്ടുവരുന്നായിരുന്നു. അപ്പൊ ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുന്നു. എവിടെങ്കിലും കിട്ടി അടിക്കാതെ ആങ്കറിനിട്ട് അടിക്കാം. ആങ്കറിനിട്ട് അതിന് കുറച്ചൊക്കെ കിട്ടുന്നുണ്ട് വരും. അല്ല, എല്ലാ ഇന്റർവ്യൂലും ആങ്കറിനോട് നല്ല പറയുന്നുണ്ട്. അതെനിക്ക് എല്ലാ ഇന്റർവ്യൂസിനും ആങ്കറിന് കിട്ടുന്നുണ്ട്, കൂടുതൽ കിട്ടും. അതായത് ബേസിക്കലി ഇത് സിനിമേന്റെ പ്രൊമോഷന് വേണ്ടി വന്നിരിക്കുമ്പോ ബേസിക്കലി നസ്രിയ മാത്രം സംസാരിക്കും, ഞങ്ങൾ തങ്ങേര് മാത്രം പുറത്ത് വന്നാൽ. ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ ബാക്കിയുള്ളവരെ വിളിച്ചിട്ട് ചോദ്യം ചോദിക്കില്ല. അവരോട് ചോദിക്കുമ്പോൾ നസ്രിയാണ് ഉത്തരം പറയുന്നത്. ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നസ്രിയന്റെ ഈ പറഞ്ഞ ബേസിന്റെ ബൈറ്റ്സ് ആണ്. കൂടുതൽ ക്യാമറ അവിടെ വെക്കും, കൂടുതൽ ചോദ്യങ്ങൾ അങ്ങോട്ട്. പക്ഷെ കൂടുതൽ ബൈറ്റ്സ് എന്നല്ല ചേട്ടാ, അവരുടെ ബൈറ്റ് മതി. അവരുടെ ബൈറ്റേ കച്ചവടം ആവുള്ളൂ. അല്ലാതെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്നവർ പറയുന്നത് കൊണ്ടൊന്നും ആരും ചിലപ്പോൾ ആ ഒരു ഭാഗം ചിലപ്പം ഓടിച്ചു വിടുന്നവരായിരിക്കും നമ്മൾ ഭൂരിഭാഗം മലയാളികളും. അവർ പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ല. ഇവരടിക്കുന്ന ചളി, നിങ്ങൾ പറയുന്ന ചളി എന്ന് പറയുന്ന സാധനം മതി ആളുകൾക്ക്. ജിഞ്ചർ മീഡിയയില് ഞാൻ അത് വിട്ടുപോയില്ല, ഞാനത് പറഞ്ഞില്ല. ജിഞ്ചർ മീഡിയയില് RJ ശംഭുവിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഞാൻ എനിക്ക് തോന്നുന്നു, ഞാനതാ നിങ്ങളോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്, നമുക്ക് ബോറടിക്കത്തില്ല. 3, 4, 5 ഇന്റർവ്യൂ വേണമെങ്കിലും ഇവരുടെ കാണാം, ബോറടിക്കുന്നില്ല. സീരിയസ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. എന്താണ് നസ്രിയെ നമ്മുടെ ബേസിൽ വിളിക്കുന്നത്? അയ്യോ ഒരു പേരുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. ബേസിലിനെ വിളിക്കുന്നത് മന്ത്ലി സ്റ്റാർ എന്നും നസ്രിയെ വേറെന്തോ വിളിക്കും, ഒളിമ്പിക് സ്റ്റാറോ അങ്ങനെന്തോ. ഇതൊക്കെ ഇവര് മിക്ക ഇന്റർവ്യൂവിൽ ഇരുന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത് ഓരോ ഇന്റർവ്യൂ നമ്മൾ കാണുമ്പോൾ നമ്മൾ ചിരിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ആ റിപ്പീറ്റേഷൻ വരുന്നതുകൊണ്ട് തന്നെ ആയിരിക്കും നിങ്ങൾ എല്ലാ ഇന്റർവ്യൂവിലും ഇത് കാണുമ്പോഴത്തേക്ക് ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അത് കുറച്ച് ഓക്വേർഡായിട്ട് ബോറായിട്ട് തോന്നുന്നത്. അങ്ങനെ ബോറായിട്ട് തോന്നുന്നവരുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞ ആ ഒരു ചാനൽ വീണ്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. പേളി ചേച്ചിയുടെ ചാനൽ ഒന്ന് പോയി നിങ്ങൾ കാണുക നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ഈ ശംഭുവിന്റെ കേസ് ഞാൻ പറയാൻ കാരണം, ശംഭുവിനും ഒക്കെ ഇരുത്തി നല്ല രീതിയിൽ കൊടുക്കുന്നില്ല എന്നല്ല, എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഒരു തവണ മാത്രം ഞാൻ ഒറ്റ തവണ ഉണ്ട് കേട്ടോ, എന്തോ ഒരു സാധനം കൊടുക്കുന്നുണ്ട്, നിന്റെ കയ്യിൽ ഇരിക്കുന്ന ചോദ്യം തീർന്നു പോയടാന്നൊക്കെ നസ്രിയ ചോദിക്കുന്നത് കേട്ടു.
അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. അത് സ്പോട്ടിൽ അടിക്കുന്നതാണ്. അത് നസ്രി അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അത് അത് ഏറ്റവും നന്നായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരാണായിക്കോട്ടെ, ഈ വീഡിയോ കാണുന്ന ഒരാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഒരാണാണെങ്കിൽ ഏറ്റവും നല്ലൊരു സ്ത്രീ സുഹൃത്ത് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പുരുഷന് അല്ലെങ്കിൽ ഒരു സ്ത്രീക്കാണെങ്കിൽ ഏറ്റവും നല്ലൊരു പുരുഷ സുഹൃത്ത് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഇടയ്ക്കത്തെ ബോണ്ട് എങ്ങനെയായിരിക്കും? ഏറ്റവും നല്ലൊരു ഒരു എല്ലാ സാധനവും വരുന്നത്, അതായത് ഒരു രണ്ട് നല്ല ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ്, അതുപോലെ തന്നെ ഏറ്റവും ഒരു സിസ്റ്റർ ബ്രദർ, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വർക്കൗട്ട് ആവുന്ന രണ്ട് സോൾസ് ആണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ഭയങ്കര ചന്തകളായിരിക്കും. എന്തും ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്ന രണ്ടുപേരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇവരുടെ ഇന്റർവ്യൂ വർക്കൗട്ട് ആവും. ഞാൻ അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിലാണ് ഇവരുടെ ഇന്റർവ്യൂസ് വർക്കൗട്ട് ആയത്. ഞാൻ ആദ്യമേ പറഞ്ഞു, നെഗറ്റീവ് തോന്നും, എനിക്കും ചില പോർഷൻസിൽ ഇച്ചിരി എവിടെ കൂടിയോ എന്നൊക്കെ തോന്നിയ നിമിഷങ്ങളുണ്ട്. പക്ഷെ അത് മാറ്റും. അത് അവരെ കുറച്ചുകൂടെ നമ്മൾ പേഴ്സണലായിട്ട് മനസ്സിലാക്കാൻ, അവരുടെ ഇന്റർവ്യൂവിലെ സംസാരങ്ങളിലേക്ക് നമ്മൾ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്താൽ ഒന്നുമില്ല, ഇവരിങ്ങനെയാണ് എന്നുള്ളൊരു സാധനം നമുക്ക് മനസ്സിലാവും. ബാക്കി നസ്രീന്റെ അടുത്ത് ഫഹദിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും കൂടി ചോദിക്കുന്നുണ്ട്. അവർക്ക് അതുകൂടി കിട്ടണമെന്നില്ല, പുഷ്പ 2 വരാൻ പോകും. സോ അങ്ങനത്തെ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒരു എക്സ്ട്രാ റെസ്പെക്റ്റും ഒരു എക്സ്ട്രാ കെയറും ആയിരിക്കും നസ്രീക്ക് തോന്നുന്നുണ്ട്. നസ്രീ നല്ല രീതിയിലാണ്. പണ്ടത്തേരാണെങ്കിലേ നല്ല മെച്ചൂർഡ് ആയിരുന്നു. അത് മെച്ചൂരിറ്റിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, നല്ല പാകത്തിലാണ് സംസാരിച്ചത്. നല്ല അപ്പൊ അപ്പൊ നമുക്ക് എന്താ തോന്നുന്നത്, നസ്രീ ഭയങ്കര ജാടിയാണ്, അങ്ങനെയാണ്. ചേച്ചി നേരത്തെ മെച്ചൂരിറ്റിയെ കുറിച്ചുള്ളതുകൊണ്ട് പറഞ്ഞായിരുന്നു ചേച്ചി. വീണ്ടും ചേച്ചി ഇപ്പൊ അത് പറയുന്നില്ല. അബദ്ധം പറ്റും ആർക്കാണെങ്കിലും, എനിക്കും പറ്റാറുണ്ട്. അങ്ങനെ ഞാൻ അതിനങ്ങ് വിടുന്നത്. പക്ഷെ മെച്ചൂരിറ്റിയെ പറ്റി ചേച്ചി പറഞ്ഞായിരുന്നു, അതിനുള്ള മറുപടി ഞാൻ മുമ്പേ തന്നു. ബാക്കി താടെ എല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടാണോ, ഞാൻ ഇങ്ങനെ തന്നെയാണ് എപ്പോഴും എന്നുള്ളത് കാണിക്കാനാണോ എന്താണെന്ന് മനസ്സിലായി. ഇത് ടിവിന്റെ മുന്നിൽ ചാനലിന്റെ മുന്നിലാകുമ്പോ എനിക്ക് അത്ര സുഖം തോന്നിയില്ല. ചാനലിന്റെ മുമ്പിൽ വന്നിരുന്ന് ചെയ്തപ്പോ ചേച്ചിക്ക് സുഖം തോന്നിയില്ല എന്ന് ചേച്ചി പറയുന്നുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഈ ചേട്ടന്റെയും ചേച്ചിയുടെയും അതുപോലെ ഇവരുടെ കൂടെ ബിഗ് ബോസ് അങ്ങോട്ട് പോകാതിരിക്കുന്നത് നല്ലത്. അതിനകത്തോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നാട്ടുകാർ ഇപ്പൊ അടുത്ത റൗണ്ട് ഊക്കും. കൂടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടനും പുള്ളിയുടെ ഭാവി വധുവൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിൽ ഈ ചേച്ചിയോട് വളരെ മോശമായിട്ടുള്ള ഒരു രീതിയിൽ ഒരു ഇന്റർവ്യൂവിൽ ഒരു ചോദ്യം ചോദിച്ചു. ഈ അണ്ണൻ ഒരക്ഷരം മിണ്ടാതെ അവിടുന്ന് ഇറങ്ങി പോകുന്നത് കണ്ടു. ഇത്രയും എന്നിട്ട് പുള്ളിയുടെ പേഴ്സ്പെക്റ്റീവ് അങ്ങനെയാണെന്ന് പുള്ളി പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ആൻഡ് പുള്ളിയുടെ ഇഷ്ടം, പുള്ളിയുടെ പേഴ്സ്പെക്റ്റീവ് അതാണെങ്കിൽ ആയിക്കോട്ടെ. അങ്ങനെ പേഴ്സ്പെക്റ്റീവ് ഉള്ള ഒരു വ്യക്തി, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സ്വന്തം കാര്യമ്പം വരുമോ ഒരു പേഴ്സ്പെക്റ്റീവ്, വേറെ ആൾക്കാരുടെ ഇന്റർവ്യൂ കാണുമ്പോൾ അവിടെ വേറെ പേഴ്സ്പെക്റ്റീവ്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അന്ന് ഈ ഒരു സ്വന്തം ഇന്റർവ്യൂവിന് മറ്റേ ഇങ്ങനെയുള്ള വൃത്തിയോട് പറഞ്ഞപ്പം അവിടെ റിയാക്ട് ചെയ്യണമായിരുന്നു. ഇങ്ങനെയുള്ള പല ഇന്റർവ്യൂസ് കാണുമ്പോൾ അവിടുത്തെ മോശം കാര്യങ്ങളും അവരവിടെ മറ്റേ വൾഗറായി, അവർ മറ്റേ ആങ്കറിനെ കളിയാക്കി എന്നുള്ള സാധനങ്ങൾ പറയുന്ന വ്യക്തി അന്ന് സ്വന്തം കേസിൽ ഇച്ചിരി ചൂട് കാണിക്കണമായിരുന്നു. ഓക്കെ, ഇത് എത്ര പേര് ഈ വീഡിയോ കാണുമെന്നോ അല്ലെങ്കിൽ മനസ്സിലാക്കുമെന്നോ എനിക്കറിയില്ല. ഞാൻ ഇവിടെ പറയുന്ന സാധനം ഇവിടെ കാണും. ഓക്കെ, ബാക്കി ടിവിന്റെ മുന്നിൽ ചാനലിന്റെ മുന്നിലാകുമ്പോ എനിക്ക് അത്ര സുഖം തോന്നിയില്ല. കുറെ സുഖമല്ല, ഫൈനാണ്. അവരവരുടെ നാച്ചുറൽ ആണെങ്കിൽ ഫൈൻ. നാച്ചുറൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമുക്ക് തോന്നുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞത് നമുക്ക് തോന്നുന്നു പറയാൻ കാരണം നസ്രീനെ നമ്മള് ചെറുപ്പം മുതൽ കാണും അല്ലേ? ഇന്റർവ്യൂ, സിനിമ, അവരുടെ TV ഷോ കാര്യങ്ങളൊക്കെ കാണും. മുന്നോട്ട് വരുമ്പോഴത്തേക്കൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു എന്താ പറയാ നമ്മളാണെങ്കിലും നമ്മുടെ പ്രൈവറ്റ് ഏരിയയിൽ നമ്മൾ ഇതിനേക്കാളും തഗ്ഗുകളും അതിനേക്കാളും കൂടുതൽ പറയുള്ളൂ. പക്ഷെ നമ്മള് ചാനലിന് മുന്നിൽ വരുമ്പോ നമ്മള് ചാനലിൽ ആയിക്കോട്ടെ സംഭവിച്ചു, പക്ഷെ അതിനാടകീയത ഫീൽ ചെയ്യാൻ അപ്പം ചേട്ടന് അതിനാടകീയത ഫീൽ ചെയ്തു എന്നാണ് ചേട്ടൻ പറയുന്നത്. ചേച്ചി അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മുടെ പേഴ്സണൽ ക്ലോസ് സർക്കിൾസിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് തഗ്ഗുകൾ അടിക്കും, ഈ സാധനമൊക്കെ അടിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, നസ്രിയെ ചെറുപ്പം തൊട്ടേ അറിയാം, ഇത്രയ്ക്കും ചേഞ്ച് ഒക്കെ ഡ്രാസ്റ്റിക് ചേഞ്ച് ഒക്കെ ഒരു മനുഷ്യന് വരുമോ എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ 3 കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം ഫസ്റ്റ് പറഞ്ഞതാണ് ഞാനിവിടെ ലാസ്റ്റ് പറഞ്ഞത്. പക്ഷെ ആദ്യമേ പറഞ്ഞ തന്നെ ഞാൻ ഇപ്പം റിയാക്ട് ചെയ്യുമ്പം എന്റെ പെർസ്പെക്റ്റീവ് പറയുമ്പോൾ ഞാൻ എടുത്തു വെച്ചങ്ങ് താങ്ങാം. വേറൊന്നുമല്ല, ഡ്രാസ്റ്റിക് ചേഞ്ച് അല്ലേ അണ്ണ? ഒരു മനുഷ്യന് ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിക്കൂടെ അണ്ണ? അല്ല, അണ്ണൻ ഇത് എങ്ങനെ പറയാൻ പറ്റുന്നു? അണ്ണൻ മറ്റേ സെൽഫ് ക്ലെൻസിങ്ങിന് വേണ്ടി ഒരു പരിപാടിക്ക് പോയതല്ലേ? പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്ക് ക്ലെൻസായി നല്ലൊരു എങ്ങനെ പറ്റുന്നു നിങ്ങൾക്ക് ഇത് പറയാനായിട്ട്? എനിക്കതാ മനസ്സിലാവാത്തത്. മനുഷ്യന്മാർക്ക് ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിക്കൂടെ? ആൻഡ് നസ്രി എന്താ ചെയ്തത്? നിങ്ങളൊക്കെ ഒരു അതുപോലെ തന്നെ അയ്യോ ഞാൻ അതെവിടെയോ ഞാൻ ഓടിച്ചു കളഞ്ഞെന്ന് തോന്നുന്നു.
ചേച്ചി പറയുന്നത് കേട്ടു, ഒരു ചേച്ചിയാണോ ചേട്ടനാണോ പറഞ്ഞത്, ലൈക്ക് ആരാന്ന് എനിക്കറിയില്ല, ഒരു വുമൺ ഡോമിനൻസി എന്തോ കാണിക്കും. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. എല്ലായിടത്തും എവിടെ ആര് സംസാരിക്കാൻ വന്നാലും ലൈക്ക് നസ്രിയ അതിനകത്തോട് ചാടിക്കേറി വന്ന് സംസാരിക്കുന്നുണ്ട്. അത് ഇത്ര വലിയ തെറ്റായിട്ടുള്ളൊരു കാര്യമാണോ? എനിക്കത് ലൈക്ക് അതൊരു പേഴ്സണൽ ആയിട്ടുള്ള ആളുകളുടെ എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും ഇരുന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂ വരുമ്പോഴത്തേക്ക് അവിടെ ഭർത്താവ് ഭാര്യയ്ക്ക് ചാൻസ് കൊടുക്കാതെ സംസാരിക്കുകയാണെങ്കിൽ അവിടെ തെറ്റാണ്, ആ ചെയ്യുന്ന ഒരു തെറ്റാണ്. കാരണം അത് പേഴ്സണൽ ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഓരോരുത്തർ പറയേണ്ടതാണ്. ഫാമിലി ബേസ് ചെയ്തിട്ടുള്ള വിഷയങ്ങൾ, വളരെ കാഠിന്യമേറിയ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ഈ ഒരു പരിപാടി കാണിക്കുന്നത് മോശം തന്നെയാണ്. ഇത് വളരെ ജോളിയായിട്ട് അവരെ ആഘോഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് ഇൻ ദ സെൻസ് തമാശ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാധനത്തിന്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ നസ്രിയെ സംസാരിപ്പിക്കാതെ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നതിനകത്തൊക്കെ ഇത്ര വലിയ തെറ്റുള്ളതായിട്ടൊന്നും എനിക്ക് അങ്ങോട്ട് തോന്നുന്നില്ല. പിന്നെ കുറെ പേരുടെ കമന്റുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ ബാക്കിയുള്ള ആളുകളെ വിളിച്ചവിടെ എന്തിനാ വെറുതെ ഇരുത്തിയിരിക്കുന്നത്. അത് ഒരു കാര്യമില്ല കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറയാം, വെറുതെ. കാരണം അവരെ നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല. അവരവിടെ വന്നിരുന്നിട്ടും അവരോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കാര്യമില്ല, റീച്ച് ഉണ്ടാവില്ല. സംസാരിക്കുകയാണെങ്കിൽ നസ്രിയയും ബേസിലും തന്നെ സംസാരിക്കണം, എങ്കിലേ റീച്ച് ആവുള്ളൂ ഇന്റർവ്യൂ. അതും അതിന്റെ ഇടയ്ക്ക് നസ്രിയ കണക്കത്തെ സാധനങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ ഡബിൾ ബൂസ്റ്റ് ആയിരിക്കും വീഡിയോയ്ക്ക്. ഇത് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. ഇതാണ് ഓൺലൈൻ മീഡിയയിൽ നടക്കുന്ന ഒരു സത്യാവസ്ഥ. ഇത് അറ്റ്ലീസ്റ്റ് ഈ വന്നിപ്പം ഞാൻ നിങ്ങളെ വോയിസ് കേൾപ്പിച്ച ആ വ്യക്തി മനസ്സിലാക്കണമായിരുന്നു. അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ടുണ്ട്, എവിടേക്കോ അത് പറയുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ ഡ്രാസ്റ്റിക് ചേഞ്ച് ഒരാൾക്ക് വരുമോ, ചെറുപ്പം തൊട്ട് കണ്ട ആൾക്ക് എന്നൊക്കെ ചോദിക്കുന്നത് വളരെ മണ്ടൻ ചോദ്യമായിട്ട് എനിക്ക് തോന്നി. നസ്രിയ ഇങ്ങനെ അല്ലായിരുന്നു നേരത്തെ എന്ന് വെച്ചിട്ട് അവർക്ക് ഇങ്ങനെ ആയിക്കൂടെ അവർ ചിലപ്പം ഫഹദ് ഫാസിലുമായിട്ടൊരു ഇന്റർവ്യൂവിന് വന്നിരിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല. കാരണം അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവരുടെ ഇടയിൽ വേറൊരു കെമിസ്ട്രി, അവർ സംസാരിക്കുന്നതും വേറെ രീതിയിലായിരിക്കും. ഇത് ബേസിൽ അവരുടെ ഇന്റർവ്യൂ, അവരുടെ ഒരു BTS ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു പടത്തിന്റെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവർ അതുപോലെ ജോളിയായിട്ട് രണ്ടുപേരും നല്ല കമ്പനിയായി. ഈ ഇന്റർവ്യൂവിന്റെ ഒക്കെ ഇടയ്ക്ക് നസ്രിയ പറയുന്നുണ്ടായിരുന്നു, 2 AM എനിക്കിപ്പോൾ വിളിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അത് ബേസിലാണ്. ബേസിലും പറയുന്നുണ്ട്, എപ്പോൾ വേണമെങ്കിലും ഞാൻ എവിടെയെങ്കിലും പെട്ടുപോയാലും ഞാനിവിടെ വിളിക്കും, കാരണം ഞങ്ങൾ ഇരുന്ന് ചളി ഇഷ്ടം പോലെ അടിക്കും, എത്ര നേരം വേണമെങ്കിലും ഞങ്ങൾക്ക് സംസാരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെയൊക്കെ ബേസിലൊക്കെ പറയുന്നുണ്ട്. ഇവർ തമ്മിൽ നസ്രിയ എന്തൊക്കെയോ ഇവർ ഇതിന്റെ ഇടയ്ക്ക് പറയുന്നതായിട്ടല്ലോ, ബേസില് മിണ്ടാതെ ദേഷ്യം വന്നൊക്കെ പോകുന്ന പോലെയാണ്, പിന്നെ അത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾ പറയുമ്പോഴത്തേക്ക് ബേസിൽ ഈ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു വെക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാമായിരുന്നു. അതുപോലെ തന്നെ എല്ലാ ഇന്റർവ്യൂവിലും അവിടെ പോയിരുന്നിട്ടും നസ്രിയ വന്നിരിക്കുന്ന ഫ്രണ്ടിൽ ഇരിക്കുന്ന ആങ്കറിട്ട് നല്ല താങ്ങുന്നുണ്ട്. അത് വേണം, അതുണ്ടെങ്കിലേ റീച്ച് ഉണ്ടാവൂ. ഇവിടെ മറ്റേ ആങ്കറിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ച് മറ്റേ വഴക്കുണ്ടാക്കി ഇറങ്ങി പോകുന്ന പരിപാടികൾ വരെ നടക്കുന്നുണ്ട്. അതൊക്കെ റീച്ചാ. അതിന്റെ ഇടയ്ക്ക് ഈ ചെയ്തതാണോ തെറ്റ്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് വേറൊരു കൈൻഡ് ഓഫ് റീച്ചായി. അപ്പൊ അതിനെ നെഗറ്റീവ് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ. പക്ഷെ അതിനകത്ത് നിങ്ങളെ ഞാൻ പ്രതീക്ഷിച്ചില്ല, സീരിയസ്ലി. ഞാൻ ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് ആണ് പറയുന്നത്. ഡോണ്ട് ഫീൽ ബാഡ്. ആർക്കും വീഡിയോ കാണുന്നവർക്കാണെങ്കിലും ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് മാത്രമാണ് പറയുന്നത്. ഞാൻ ഇപ്പോൾ വോയിസ് കേൾപ്പിച്ചവരെ പോലും ഞാൻ ഒരിക്കലും അവരെ മോശമായിട്ട് പറയില്ല. പക്ഷെ അവരുടെ ചില കാര്യങ്ങളോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ചില ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കാൻ തോന്നി. പ്രത്യേകിച്ച് സ്വന്തം കാര്യത്തിൽ ജിങ്ക, വല്ലോന്റെയും കാര്യത്തിൽ കുങ്കോ എന്ന് പറയുന്ന പരിപാടിയോട് തീരെ യോജിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ റിയാക്ട് ചെയ്യുന്നേ ഉള്ളൂ. എൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുക കേട്ടോ. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു കുഞ്ഞു സാധനം അങ്ങ് പറഞ്ഞേക്കാം. ഡിസ്ക്ലെയിമർ അല്ല, മോറൽ എന്നൊക്കെ പറയത്തില്ല, മോറൽ ഓഫ് ദ സ്റ്റോറി പോലെ. ഞാൻ ഇവരുടെ ഇന്റർവ്യൂവിൽ ഭയങ്കര ഹാപ്പിയാണ്. ഇവിടുത്തെ ഓൺലൈൻ മീഡിയാസും ഹാപ്പിയാണ്. നല്ല രീതിയിൽ എല്ലാവരും കാശുണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ആരും ഇവിടെ അവർക്കാർക്കും ദോഷം വന്നിട്ടില്ല. നസ്രിയ ബേസിൽ കാരണം നമുക്കാർക്കും ഒരു ദോഷം വന്നിട്ടില്ല. കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്ത് ദോഷമാണ് വരാനുള്ളത് എനിക്കറിയില്ല. ബോറടിപ്പിച്ച് കാണുന്നവർക്ക് നിങ്ങളെ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതേ കണക്ക് ഇപ്പം ചില ആളുകൾ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ എന്തു ധാഷ്ട്യമാണ് ഈ പെൺകുട്ടിക്ക് എന്നൊക്കെ തോന്നിക്കാണുമായിരിക്കും. പേഴ്സണലി ആ ഒരു വ്യക്തിയെ ചിലപ്പം അറിയാത്തതുകൊണ്ടായിരിക്കും. എനിക്കും അങ്ങനെ അത്ര അറിയത്തൊന്നും ഇല്ലടേ. പറഞ്ഞു കേട്ട് അവരുടെ കൂടെയുള്ള ആളുകൾ പറഞ്ഞു കേട്ടുള്ള അറിവുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഷീസ് ലൈക്ക് ദാറ്റ്. അവർ ചില്ലിയായിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോട്ടെ. അവരുടെ പടത്തിൽ ഓൾ ദ ബെസ്റ്റ്.